ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അജാക്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു ക്രിബിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളത് ഐക്കോടെ കൊടുക്കുക ചെയ്യാം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ ഒരു സാന്താ ക്ലോസിനെ സെറ്റ് ചെയ്യാതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം കുറച്ച് വലിയ കൊമ്പുകളും പിന്നെ കുറച്ച് ചെറിയ കൊമ്പുകളാണ് ആവശ്യമുള്ളത്. വലിയ കൊമ്പ് നമുക്ക് തണ്ടലിൽ സെറ്റ് ചെയ്യാനാണ്. പിന്നെ നടുക്കായിട്ട് നമ്മൾ കുറച്ച് നീളത്തിലെടുത്താണ് ഇത് കഴുത്ത് സെറ്റ് ചെയ്യാനാണ്. പിന്നെ ഏറ്റവും മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതിൻ്റെ ഒരു പാൻറ്റും അതുപോലെ തന്നെ ഒരു സ്കൂട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമുക്ക് ഇത് മേൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ വട്ടനും നീളനെയൊക്കെ ഓരോ കൊമ്പുകൾ ഇങ്ങനെ വെട്ടി കൊടുക്കുക. അത് നല്ലൊരു ഉറപ്പിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ കെട്ടി കൊടുക്കണേ. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചുള്ള ഷേപ്പിൽ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. ഞങ്ങളിത് ഇരുന്നിട്ടുള്ള ഒരു പാപ്പനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അടിയിലെ ഫുള്ള് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലും അതുപോലെ തന്നെ ഷോൾഡറായിട്ട് ഒരെണ്ണം ഫുൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡറിനായിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു PVC പൈപ്പാണ് എടുത്താണ്. വലിയ കട്ടിയുള്ളത് കൊടുത്തില്ല, കാരണം മുകളിൽ കൂടുതൽ ഓവർ വെയിറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് അതിൻ്റെ ഒരു സ്ട്രക്ചർ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. നമുക്കിത് ചെയ്യാൻ വേണ്ടത് പിന്നെ കുറച്ച് ന്യൂസ് പേപ്പർ വേണം, കാരണം നമ്മൾ അടിയിൽ കാലും ഫുൾ സെറ്റ് ചെയ്യണം, കാലും കൈയൊക്കെ സെറ്റ് ചെയ്യണം ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ്. പിന്നെ ഇതിന് കെട്ടാൻ അധികം എനിക്ക് വശമില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ സഹായം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ എനിക്ക് കെട്ടി തരണേ. പിന്നെ ആ ചേട്ടൻ എല്ലാവരും കൂടി സഹായിച്ചാണ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് പടി തീരും. ഒറ്റയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മെനക്കെട്ട പണിയാണ്. പിന്നെ നല്ല ഉറപ്പിൽ കെട്ടാൻ നമ്മൾക്ക് ആവശ്യമുള്ളത് ഒരു ഇരിക്കണതായതുകൊണ്ട് മുട്ട് മടക്കിയ രീതിയിൽ കെട്ടണം. അതിനുവേണ്ടി നമ്മൾ ഒരെണ്ണം പൊന്തിച്ച് വെച്ച് കെട്ടാണ്. അതുപോലെ തന്നെ അടുത്ത കാലിൽ മുട്ട് വരെ സെറ്റാക്കാൻ വേണ്ടി ഒരു മരക്കഷ്ണം അപ്പുറത്തും വെച്ച് നല്ല ഉറപ്പിൽ അങ്ങോട്ട് കെട്ടി കൊടുക്കാം. നല്ല ഉറപ്പിൽ തന്നെ കെട്ടി കൊടുത്തില്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വീഴും. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇങ്ങനെ നല്ല ഉറപ്പിൽ തന്നെ കെട്ടി കൊടുക്കണമെന്ന്. മുട്ടിൻ്റെ അവിടെ കെട്ടിയതിന് ശേഷം നമ്മൾ മുട്ടിൻ്റെ അവിടെ നിന്ന് മടക്കി വെച്ചണ പോലെ കെട്ടാൻ വേണ്ടി അവിടെ നിന്ന് നമ്മളൊരു കമ്പ് ചെയ്യാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി ഞങ്ങളൊരു കസാരമയാണ് ചെയ്തതാണ്. നമ്മൾ എന്തായാലും ഇരിക്കണ ചെയ്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യണേ. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഒരു കൈയുടെയും ഒരു പൈപ്പ് ഇങ്ങനെ കെട്ടിക്കൊടുത്തു. കൈക്കൊക്കെ ഓവറിൽ വെയിറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ PVC പൈപ്പ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള പൈപ്പുകളും മറ്റു സാധനങ്ങളും ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ഫ്രെയിമിൽ ജസ്റ്റ് നമ്മുടെ പാൻറ് ഒന്ന് കയറ്റി കൊടുക്കുകയാണ്. നമ്മൾ മടക്കിയിട്ടാണ് കയറ്റണം, അപ്പോൾ പെട്ടെന്ന് തന്നെ കയറും. അതിനുശേഷം നമ്മൾ ഉള്ളിൽ പേപ്പർ ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ കാർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെങ്കിൽ മുന്നേ നമ്മൾ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ പേപ്പർ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ നീളത്തിൽ മടക്കിയിട്ട് ആ വടിയുടെ ചുറ്റും കൊടുക്കുക. അങ്ങനെ കൊടുത്ത് മുകളിലേക്ക് പതുക്കെ കയറ്റി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഫുള്ള് ടാപ്പ് അടിച്ചു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാലിൻ്റെ ഷേപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാപ്പയുടെ പാൻറ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. ഫുള്ളായിട്ട് ഇറക്കാൻ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പേപ്പറൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഫുൾ അങ്ങോട്ട് മൊത്തത്തിൽ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ഷേപ്പ് കിട്ടും. പിന്നെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് ഫുൾ ശരിയാക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പോയിൻറ്റിൻ്റെ മുകൾ ഭാഗം താഴ്ത്തിയിട്ട് മുട്ടിൻ്റെ അവിടെ തുടങ്ങി വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുക. മുട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടായിട്ട് പേപ്പർ വെച്ചാലും സെറ്റാവും. ഞങ്ങൾ നീളത്തിൽ തന്നെയാണ് ഫുള്ള് ചെയ്തത്. നീളത്തിൽ മടക്കി വട്ടത്തിൽ ചുറ്റി കൊടുത്ത് ടാപ്പ് അടിച്ചാണ് ചെയ്തത്. നിങ്ങളത് നീളത്തിൽ തന്നെ ചുരുട്ടി ചെയ്യുക, അതാണ് കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുട്ട് ചെയ്തതിന് ശേഷം മുട്ടിൻ്റെ ഭാഗം നമ്മൾ പാൻറ് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക. അങ്ങനെ കയറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഷേപ്പ് കിട്ടും. പിന്നെ നമ്മളത് ബാക്കിയുള്ള പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് അമർത്തി സെറ്റ് ചെയ്താൽ മതി. ഈ ഒരു കാല് സെറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ അപ്പുറത്തെ കാലം സെറ്റ് ചെയ്തെടുത്തു. പിന്നെ കാണിക്കാണ്ടിരുന്ന് നിങ്ങൾക്കൊരു ലാഗ് ഫീൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് അതിൻ്റെ തൊടഭാഗമൊക്കെയാണ് ഇനിയിപ്പോൾ സെറ്റ് ചെയ്യണേ. അപ്പോൾ സാന്തയുടെ ഫുൾ പാൻറ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യണത് നമ്മൾ പാപ്പനെ സെറ്റ് ചെയ്യണ സ്ഥലത്ത് വെച്ചാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് എടുത്തുകൊണ്ട് പോവാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് വിറകൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിലാണ് നമ്മൾ ഇരുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പിടിച്ച് കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് എടുക്കുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. അതിൻ്റെ കെട്ടിയിട്ടുണ്ടെങ്കിലും ചെറിയ ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ആർക്ക് മേലെയുള്ള ഫ്രെയിമും നമ്മുടെ ആ ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോഴും കൈ മടക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ മടക്കമുള്ള കൈയാണ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പാടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്നാലും മടക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കയറി. പിന്നെ നമ്മുടെ സാന്താ ക്ലോസിൻ്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്താൽ നന്നായിരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ എടുത്താലും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വയറായിട്ട് സെറ്റ് ചെയ്ത് തയ്ക്കണ കടയിലൊക്കെ തുണികൾ വലിയ കവറിലാക്കിയിട്ട് അവർ വെക്കും. അപ്പോൾ അവർ കത്തിച്ച് കളയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ഇത് മേടിച്ചത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്നോ അല്ലെങ്കിൽ വീടുകളിലാണ് തയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ കവറിലാക്കിയിട്ട് വയർ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പണി തീരും. വെട്ടുതുണിയുടെ പീസ് ആയതുകൊണ്ട് തന്നെ വയർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് സ്ഥലത്ത് തള്ളി നിൽക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലായിക്കോളും. പിന്നെ നമ്മൾ അവിടെ ഒരു സ്റ്റിക്ക് സെറ്റ് ചെയ്യേണ്ടത്, സാന്തായിട്ട് ഒരു സ്റ്റിക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അത് പിടിച്ച് നിൽക്കണ പോലെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കൈ എന്തായാലും നമ്മൾ ഇതുമിക്ക് കെട്ടി കൊടുക്കണം.
കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ബോഡി ഷേപ്പൊക്കെ സെറ്റ് ആവും. പിന്നെ നമ്മൾ ഫേസ് ആയിട്ട് സെറ്റ് ചെയ്യണത് ഒരു മാസ്കാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യണതിൻ്റെ ക്ലിപ്പൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഒരു ഗ്ലൗസ് മേടിച്ച് അതിൻ്റെ ഉള്ളിൽ പേപ്പർ സെറ്റ് ചെയ്തിട്ടാണ് കൈ സെറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ സാന്തയുടെ വെള്ള ഭാഗങ്ങൾ കാണുന്നിടത്ത് പഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മാസ്കിന് ചെറിയൊരു താടിക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ഞ് വെച്ച് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കിയാൽ മതി. ഞങ്ങളിപ്പോൾ അതിൽ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യണത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷർട്ടിൻ്റെ 2 ഭാഗം എടുത്തിട്ട് സൂചി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഞങ്ങളിപ്പോൾ സേഫ്റ്റി പിൻ വെച്ചാണ് ചെയ്യണത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വെച്ച് വേണമെങ്കിലും അത് കറക്റ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാനാണ് നമ്മളങ്ങനെ സേഫ്റ്റി പിൻ അടിച്ചു കൊടുക്കുന്നത്. ഇനിയുള്ള കാലിൻ്റെ ഭാഗത്ത് നമ്മൾ ഷൂ ഇറക്കി കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഫ്രെയിം എടുത്ത സമയത്ത് ഷൂ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ സാന്താ ക്ലോസിനെ ഫുൾ സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ച് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ വൈൻഡപ്പ് ആണ്. അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ജെക്സ് സൈനിങ് ഓഫ്.